നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ നന്ദകുമാർ ആർ. തൃശ്ശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പീഡിയാട്രിക് ഓങ്കോളജി വിഭാഗത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുട്ടികളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന അർബുദമായ ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്നതിനെക്കുറിച്ച് ആണ്. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കോമൺലി കാണുന്നതാണ് ALL അഥവാ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ. 20 മുതൽ 30% കുട്ടികളിൽ വരുന്ന അസുഖമാണ് ഈ ഒരു ബ്ലഡ് ക്യാൻസർ. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിർത്താത്ത കണ്ടിന്യൂസ് ആയി വരുന്ന പനി, അതായത് ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ പാരസ്റ്റമോൾ കൊടുത്തും റെസ്പോണ്ട് ചെയ്യാത്ത പനി, തൊലിപ്പുറത്ത് പാടുകൾ, നീല തടുപ്പുള്ള പാടുകൾ അല്ലെങ്കിൽ ചുവന്ന കുത്തായിട്ട് വരുന്ന പാടുകൾ, അതേപോലെ കഴുത്തിലും കക്ഷത്തും വരുന്ന കഴലകൾ. ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉടൻ തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ കുട്ടികളുടെ ഡോക്ടറെ കാണുന്നത് വളരെ നിർബന്ധമാണ്. ബേസിക് ബ്ലഡ് ടെസ്റ്റായ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും പെരിഫറൽ സ്റ്റെയറും ചെയ്ത് നമ്മളത് കണ്ടുപിടിക്കാറുണ്ട്. പിന്നെ കൺഫർമേഷന് വേണ്ടി ബോൺ മാറോ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ മജ്ജ പരിശോധനയും ഇതിന് ചെയ്താണ് നമ്മൾ ഈ ഡയഗ്നോസിസ് ഉറപ്പിക്കുന്നത്. ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉടൻ തന്നെ ആയിരിക്കണം. ഇതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2.5 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് ആണ്. ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന മെഡിസിൻസിൻ്റെ പേരാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. ഭൂരിപക്ഷം കുട്ടികൾക്കും ഈ കീമോതെറാപ്പി കൊടുത്താൽ അസുഖം മാറേണ്ടതാണ്. എന്നാലും കുറച്ച് കുട്ടികൾക്ക് അസുഖം നല്ലോണം റെസ്പോണ്ട് ചെയ്യാറില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ലൈക്ക് ഇമ്യൂണോതെറാപ്പി, പിന്നെ മജ്ജ മാറ്റിവെക്കൽ, പിന്നെ CAR T-സെൽ അല്ലെങ്കിൽ കൈമറിക് ആൻറ്റിജൻ T-സെൽ തെറാപ്പിയും ലഭ്യമാണ്.